ചൂട് അല്ലേ, വേവുന്ന പോലെ പുഴുങ്ങുന്ന പോലത്തെ ഫീലിംഗ് അല്ലേ എല്ലാവർക്കും. അപ്പൊ നമ്മുടെ ഇവിടത്തെ ചൂടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്ത് വെച്ചിട്ട്, അതായത് നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് അതോ കേരളത്തിന് പുറത്തേക്ക് പോയാൽ മനസ്സിലാവും, അവിടെ ഉള്ള ഒരു വറക്കുന്ന പോലത്തെ ചൂടാണ്. അതായത് ഡ്രൈ ആയിട്ട്, അതായത് ഉണങ്ങി പോകുന്ന പോലത്തെ ഒരു ചൂടാണ്. ഇവിടെ പക്ഷെ നേരെ തിരിച്ച് നമുക്കൊരു പുഴുങ്ങുന്ന പോലത്തെ ചൂടാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഈ വായുവിലുള്ള എന്താ പറയാ വെള്ളത്തിന്റെ അളവ്, ഹ്യൂമിഡിറ്റി എന്ന് പറയും. ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണ് കേരളത്തിൽ. കാരണം നമ്മുടെ കടലോര പ്രദേശങ്ങളായതുകൊണ്ട് കായലും ഒരുപാട് വെള്ളം ഉള്ളത് കൊണ്ട് നമ്മുടെ ഇവിടെ ഹ്യൂമിഡിറ്റി, അതായത് വായുവിലുള്ള വെള്ളത്തിന്റെ അളവ് ഭയങ്കര കൂടുതലാണ്. അതാണ് നമുക്കൊരു കുഴുങ്ങുന്ന പോലത്തെ ഫീലിംഗ്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മുടെ ശരീരം, അതായത് നമ്മൾ പുറത്തിറങ്ങുന്ന ചൂടുള്ള സമയത്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വേർപ്പുണ്ടാകും. വേർപ്പുണ്ടായിട്ട് വേർപ്പ് ബാഷ്പീകരിച്ച് പോയിട്ടാണ് ശരീരത്തിനെ തണുപ്പിക്കുന്നത് ബോഡി. അപ്പോൾ റേഡിയേറ്റർ കൂളിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഈ നമ്മുടെ ഈ അറ്റ്മോസ്ഫിയർ, അതായത് ഈ വായുവിൽ ഈ വെള്ളത്തിന്റെ അളവ് കൂടുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വേർപ്പുണ്ടായിട്ട് അത് ബാഷ്പീകരിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഓൾറെഡി നമ്മുടെ ഈ വായുവിൽ വെള്ളത്തിന്റെ അളവ് കൂടുതലാണ്. അപ്പൊ ഈ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം വായുവിലേക്ക് പോകാൻ, അതായത് ബാഷ്പീകരിച്ച് പോകാൻ ബുദ്ധിമുട്ട് ഉണ്ടാകും. അപ്പൊ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിന്റെ താപനില കൂടി അവസാനം ഉണ്ടാവും സൂര്യാഘാതം സംഭവിക്കാനുള്ള ചാൻസ് കൂടും. അപ്പൊ ഇതാണ് ബേസിക്കലി നമ്മുടെ ഇവിടെയുള്ള ചൂട്. ബാക്കി എല്ലാ സ്ഥലത്തും ചൂടുണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ ഇവിടെ ചൂടെന്ന് പറയുന്നത് നല്ല വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. ഇവിടെ ഉള്ളൊരു പുഴുങ്ങുന്ന പറയുമ്പോൾ ചൂടാണ്. അപ്പൊ ഇതാണ് പ്രശ്നമുള്ളത്. നമ്മുടെ ഇവിടെ പുറത്തിറങ്ങുമ്പോഴേക്ക് നമ്മൾ വേർത്താൽ പോലും ആ വേർപ്പ് കൊണ്ട് നമ്മുടെ ശരീരത്തിന് സ്വയം തണുപ്പിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നു. അപ്പൊ ഇതിനെങ്ങനെ പ്രതിരോധിക്കാം, ഇതിൽ നിന്ന് ഈ ചൂടിൽ നിന്ന് എങ്ങനെ നമുക്ക് അതിജീവിക്കാം, ഇതിലെങ്ങനെ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ശരീരം, നമ്മൾ പുറത്തിറങ്ങുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വേർപ്പുണ്ടാകും, വേർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ വേർപ്പില് വെള്ളം മാത്രമല്ല ഉള്ളത്, അതിൽ നിരവധി അമ്ലങ്ങളുണ്ട്. അതായത് സോഡിയം, പൊട്ടാഷ്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് മൂലകങ്ങൾ കൂടി പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഈ ഡീഹൈഡ്രേഷൻ, അതായത് നിർജ്ജലീകരണം ഉണ്ടാകുന്നു. നമ്മുടെ ശരീരം വേർക്കുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിന് വെള്ളം നഷ്ടപ്പെടുമ്പോൾ ശരീരത്തിൽ നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. ഡീഹൈഡ്രേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, കുറെ വെള്ളം കുടിക്കും അല്ലേ. സാധാരണ വേനൽക്കാലത്ത് നമ്മൾ ഒരുപാട് വെള്ളം കുടിച്ചാൽ എത്ര വെള്ളം കുടിച്ചാലും നമ്മുടെ ദാഹം മാറുന്നില്ല അല്ലേ, എത്ര വെള്ളം കുടിച്ചാലും ക്ഷീണം മാറുന്നില്ല. ഇതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ ഈ വേർക്കുമ്പോഴേക്കും നമ്മുടെ വേർപ്പിൽ കൂടി ഒരുപാട് മൂലകങ്ങൾ, സോഡിയം, പൊട്ടാഷ്യം നഷ്ടപ്പെടുന്നത് വഴി നമ്മൾ വീണ്ടും വെള്ളം കുടിക്കുമ്പോൾ എന്തുണ്ടാവുക, വെള്ളം തിരിച്ച് ശരീരത്തിലേക്ക് എത്തുന്നു. പക്ഷെ ഈ മൂലകങ്ങളൊന്നും തിരിച്ചെത്തുന്നില്ല, സോഡിയം, പൊട്ടാഷ്യം ഒന്നും തിരിച്ചെത്തുന്നില്ല. അതാണ് നമുക്ക് തളർച്ച, ക്ഷീണം, ദാഹം മാറാത്തത്. അതായത് ശരീരത്തിൽ വെള്ളം എത്തുന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിന് മനസ്സിലാകുന്നില്ല ആവശ്യത്തിന് വെള്ളം എത്തുന്നത്, കാരണം മൂലകങ്ങൾ പോയതുകൊണ്ട്. അപ്പൊ ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ, അതായത് നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ ഡീഹൈഡ്രേഷന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണത്തെക്കാളും കൂടുതൽ ക്ഷീണം തോന്നുന്നു, കൂടുതലായിട്ടുള്ള ക്ഷീണം, ഭയങ്കരമായിട്ടുള്ള തളർച്ച, അല്ലെങ്കിൽ ബോധക്ഷയം, അല്ലെങ്കിൽ ഇതുപോലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക, രാവിലെ ഉറക്കം കഴിഞ്ഞിട്ട് ഒരു ഫ്രഷ് അല്ലാണ്ട് ഇരിക്കുക, ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ തലവേദന. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നിർജ്ജലീകരണത്തിന്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ. അപ്പൊ ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ലക്ഷണം വരാണ്ടിരിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് പ്ലാന്റ് ഹൈഡ്രേഷൻ, അതായത് സ്ഥിരമായിട്ട് വെള്ളം, അതായത് ദാഹിക്കുമ്പോഴല്ല വേനൽക്കാലത്ത് വെള്ളം കുടിക്കേണ്ടത്, ദാഹിക്കുന്നതിന് മുന്നേ വെള്ളം കുടിക്കാൻ തുടങ്ങണം. എല്ലാ 1-2 മണിക്കൂർ കൂടുതൽ, 1 മണിക്കൂർ 2 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ശീലം വേനൽക്കാലത്ത് എല്ലാവരും ശീലിക്കണം. അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 250 ml 2 ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഏകദേശം 1/2 ലിറ്റർ വെള്ളം രാവിലെ എഴുന്നേറ്റിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ കുടിക്കാൻ ശ്രമിക്കണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നായിട്ട്. ഇനി പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ 1-2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി. പിന്നെ മൂലകങ്ങൾ നഷ്ടപ്പെടുന്നു, നമ്മുടെ അമ്ലങ്ങൾ കുറെ വേർപ്പിൽ നഷ്ടപ്പെടുന്നത്, സോഡിയം, പൊട്ടാഷ്യം പുറത്തേക്ക് പോകുന്നുണ്ട്. അതെങ്ങനെ നമുക്ക് തിരിച്ച് ശരീരത്തിലേക്ക് ഇടാം? സോഡിയം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നമ്മുടെ സാധാരണ ഉപ്പിലാണ്.
പൊട്ടാഷ്യം നമ്മുടെ ഒരുപാട് ഫ്രൂട്ട്സും ഭക്ഷണത്തിൽ കൂടി തന്നെ പൊട്ടാഷ്യം കുറച്ച് കിട്ടുന്നുണ്ട് വിചാരിക്കാം. അപ്പോൾ വേനൽക്കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പാനീയം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇളനീർ വെള്ളം. ഇളനീരിൻ്റെ വെള്ളം, കരിക്ക് വെള്ളമാണ് കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡ്രിങ്ക്. പിന്നെ ഇതുപോലെ സംഭാരം ഉണ്ടായിരിക്കും, അതിൽ ഉപ്പിട്ടിട്ട് കഴിക്കുമ്പോഴേക്കും കുറേയൊക്കെ സോഡിയം തിരിച്ചു വരും. ഇനി നല്ല നിർജ്ജലീകരണമുണ്ട്, പുറത്ത് പോയി പണിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ തൊഴിലുറപ്പിൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലും പറമ്പിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ് എങ്കിൽ ORS ലായനി കലക്കിയിട്ട് 1 ലിറ്റർ, അതായത് മെഡിക്കൽ സ്റ്റോറിൽ നമുക്കൊരു 20 രൂപയുടെ ഒരു പാക്കറ്റ് മേടിക്കാൻ കിട്ടും. അത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് രാവിലെ വൈകുന്നേരം വരെ കൊണ്ട് കുടിച്ചു തീർക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ ഒപ്പം ORS കൂടി കുടിക്കണം. ORS ഇല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളം, സംഭാരം, ഇതൊക്കെ കുടിക്കാം. ഇതൊക്കെ നല്ലത് തന്നെ. ഏറ്റവും നല്ലത് ORS ആണ്. അതിലാണ് എല്ലാം കറക്റ്റ് അളവിലുണ്ടാവും. അതായത് സോഡിയം, പൊട്ടാഷ്യം, കുറച്ച് ഗ്ലൂക്കോസും കറക്റ്റ് അളവിൽ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിലുണ്ടാവും. ഏറ്റവും ബെസ്റ്റ് സമ്മർ സീസണിൽ ORS കുടിക്കുന്നതാണ്. എല്ലാ ദിവസവും 1 ലിറ്റർ ORS വെച്ചിട്ട് കുടിക്കുന്നത് ശീലമാക്കാം. അടുത്തത് നമ്മൾ നിർജ്ജലീകരണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയുള്ള വഴികളാണ്. ഒന്ന് ഇതുപോലെ തലവേദന എടുത്തിട്ടുണ്ടെങ്കിൽ, ചൂട് കാരണം തലവേദന വന്നിട്ടുണ്ടെങ്കിൽ നിർജ്ജലീകരണം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാകും. അതുപോലെ വായ ഉണങ്ങി വരണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്, നാക്ക് വരണ്ടിരിക്കുകയാണെങ്കിൽ നിർജ്ജലീകരണം ഉണ്ടെന്ന് മനസ്സിലാകാം. അതുപോലെ മൂത്രത്തിന്റെ നിറം നോക്കിയിട്ട്, അതായത് കടും നിറത്തിൽ മൂത്രം വരുവാണെങ്കിൽ, മൂത്രത്തിന്റെ അളവ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് കൂടുതൽ വെള്ളം കുടിക്കാൻ, നിർജ്ജലീകരണത്തിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ സൂര്യാഘാതത്തിലേക്ക് വരെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ വെള്ളം കുടിക്കാൻ മടിയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. യൂഷ്വലി കുട്ടികൾ അല്ലെങ്കിൽ വയസ്സായ ആൾക്കാർ, 60 വയസ്സിന് മുകളിലൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ദാഹം കുറച്ച് കുറവായിരിക്കും, വിശപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന വെള്ളത്തിന്റെ അളവും അതുപോലെ തന്നെ കുറവായിരിക്കും. അപ്പോൾ കുട്ടികളെയും വയസ്സായവരെ, അതായത് ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ, 60 വയസ്സിന് മുകളിലുള്ള ആളുകളെ ഒന്ന് ശ്രദ്ധിക്കണം. അവർക്ക് കൂടുതൽ വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ നിർജ്ജലീകരണത്തിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലുള്ളത്. ഓക്കെ, അതുപോലെ എന്തൊക്കെ ഒഴിവാക്കണം, അതായത് എന്തൊക്കെ കുടിക്കരുത് എന്നാണ്. അത് ഒന്നാമതായിട്ട് മദ്യം. എനിക്ക് തോന്നുന്നില്ല ആരോട് മദ്യപിക്കുന്നുണ്ടെങ്കിൽ മദ്യം കഴിക്കുന്നത് വേനൽക്കാലത്തേക്കെങ്കിലും ഒഴിവാക്കുക. രണ്ടാമത് ചായ, കോഫി ചായയും ഇതുപോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലം കൂടുതലായിട്ട് പുറന്തള്ളാൻ കാരണമാകും. അതുകൊണ്ട് തൽക്കാലം വേനൽക്കാലത്ത് ചായയുടെ ഉപയോഗം കുറയ്ക്കുക. രാവിലെ ഒരു ചായ കുടിക്കേണ്ടി വരുമായിരിക്കും. അതുകൊണ്ട് ഞാൻ ചായ കുടിക്കുന്നതെന്ന് പറയില്ല, രാവിലെ ഒരു ചായ കുടിക്കുക. വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ ചായ കുടിക്കുന്നവരുണ്ട്. അപ്പോൾ ചായ കൂടി കുറച്ച് കുറയ്ക്കുക. ഒരു ഗ്ലാസ്, 5 ഗ്ലാസ് കുടിക്കുന്നവരാണെങ്കിൽ 2 ഗ്ലാസ് ആക്കുക. കോഫിയുടെ അളവ് അതുപോലെ കുറയ്ക്കുക. അതുപോലെ തന്നെ പഞ്ചസാര അധികം ഉള്ള പാനീയങ്ങൾ, ഇത് ജ്യൂസുകൾ അല്ലെങ്കിൽ ഒരുപാട് സ്ക്വാഷ്, അതൊക്കെ കഴിക്കുന്നത് ഒഴിവാക്കുക. ഇപ്പോൾ വീട്ടിൽ ഗസ്റ്റ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സ്ക്വാഷ് ഉണ്ടാക്കി കൊടുക്കുക, ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം സംഭാരം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ നാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഉപ്പും അതിലിട്ടിട്ട് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ